ഉമാ തോമസ് MLA ആശുപത്രി വിടുകയാണ്. ദൃശ്യങ്ങളിലേക്കാണ്. സ്റ്റേഡിയത്തിൽ നിന്ന് വീണു പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉമാ തോമസ് MLA ഇപ്പോൾ ആശുപത്രി വിടുന്നു എന്നുള്ള വാർത്തയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷവതിയായാണ് ആശുപത്രി വിടുന്നത് അല്ലെ, മുഖത്ത് ആ ഒരു ചിരിയുണ്ട്. നമ്മളെല്ലാവരും അതെ കുറെ നാളുകളായിട്ട് കാത്തിരുന്നൊരു നിതിൻ അംബുജൻ ചേരുന്നുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, അങ്ങനെ ഒടുവിൽ ഉമാ തോമസ് MLA ആശുപത്രി വിടുകയാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ് നിതിൻ? മേഘന, എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഡിസംബർ 29 ഉമാ തോമസ് MLA കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. അതിനുശേഷം നീണ്ട 46 ദിവസം പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഉമാ തോമസ് MLA ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസിന്റെ ഈ ഒരു ആശുപത്രി ഡിസ്ചാർജ് ചെയ്യുന്ന ഈ ഒരു നിമിഷം, ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായി കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. കാറിൽ നിന്ന് ഉമാ തോമസ് ഇറങ്ങിയിട്ടുണ്ട്. ഉമാ തോമസ് അല്പസമയത്തിനും തന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സിനൊപ്പം അതോടൊപ്പം തന്നെ കലക്ടറിനൊപ്പം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് ഇപ്പോൾ ഉമാ തോമസ് MLA പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിലെ തൊട്ടടുത്തുള്ള അനക്സിലേക്ക് വരുന്നത്. ആ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെ സന്തോഷം നൽകുന്ന ദൃശ്യമാണ്. കാരണം ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉമാ തോമസിന് ആ വീഴ്ചയിൽ. നമുക്കറിയാം, കഴിഞ്ഞ 46 ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തലച്ചോറിനും വാരിയലിനും അതോടൊപ്പം തന്നെ നട്ടലിലും ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് വെന്റിലേറ്ററിലും അതിനുശേഷം ICUവിലും പിന്നീട് ഏറെ നാൾ വാർഡിലെല്ലാം തന്നെ ചികിത്സ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഉമാ തോമസ് MLA എന്തായാലും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നത്. നേരെ വാടക വീട്ടിലേക്ക്, അതായത് പാലാരിവട്ടം പൈപ്പ് ലൈനിലെ വാടക വീട്ടിലേക്കാകും പോവുക. അതിനുശേഷം കുറച്ചുനാൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ചികിത്സ തുടരും. അതോടൊപ്പം തന്നെ സന്ദർശകർക്കും നിയന്ത്രണമുണ്ടാകും. കാരണം ആശുപത്രിയിൽ പുറത്തു പോകുമ്പോഴൊരു നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം ഡോക്ടേഴ്സ് നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഉമാ തോമസ് MLA വാർത്താ സമ്മേളനം നടത്താനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഉമാ തോമസ് MLAയുടെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കാരണം 46 ദിവസം ആശുപത്രിയിലായിരുന്നു. വലിയ വീഴ്ചയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് വന്ന സന്തോഷം എന്തായാലും ഉമാ തോമസ് MLA പങ്കുവയ്ക്കും. വലിയ ആശങ്കയിലായിരുന്നു അന്ന് ഡിസംബർ 29 ദിനം. കാരണം വൈകിട്ട് 6 മണിക്ക് നടന്ന അപകടത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തും എല്ലാം നടന്നു വരികയായിരുന്നു. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. നമുക്ക് കലക്ടർ MKS ഉമേഷ് എല്ലാം തന്നെ ഇപ്പോൾ അടുത്തുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും അടുത്തുണ്ട്. നേരെ ഉമാ തോമസിനെ ആദ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചകും വാർത്താ സമ്മേളനം നടത്തുക. എന്തായാലും ഏറെ സന്തോഷം നൽകുന്ന മുഹൂർത്തം. നമുക്കറിയാം, പൊതുമണ്ഡലത്തിലേക്ക് ഉമാ തോമസ് വേഗത്തിൽ തന്നെ മടങ്ങി വരണമെന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും മറ്റ് മന്ത്രിമാരും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തി ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി നിരന്തരം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘം ഇവിടെ ഉമാ തോമസിന്റെ ആരോഗ്യനിലയ്ക്കായി നിരന്തരം പ്രവർത്തിച്ചിരുന്നു. എന്തായാലും ഉമാ തോമസ് MLA ഇപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഉമാ തോമസ് MLA മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. മേഘ്ന, 46 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഉമാ തോമസ് MLA ആശുപത്രി വിടുന്നത്. അന്ന് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ ഭയാനകമായിരുന്നു. ആ കലൂരിലെ സ്റ്റേഡിയത്തിൽ നിന്ന് താഴെ വീണതും ആശുപത്രിയിലേക്ക് അതെ, വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ആ അപകടമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞ ചിരിയോടെ വരുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഉമാ തോമസ് നമ്മളോട് പ്രതികരിക്കും. മാധ്യമങ്ങളെ കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറയുന്നത് കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്.